ഒരു വിധിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിൽ നല്ല വിഷമമുണ്ട്. കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ്, ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട്. പ്രോസിക്യൂഷന്റെ സ്റ്റാൻഡ് അത് കമ്മിറ്റഡ് ആകുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അല്ല, കോർട്ട് ഓർഡറിൽ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ പറഞ്ഞാൽ 75(1) ആണ്, സെക്ഷലി കളർഡ് റിമാർക്സ് ആണ്. പക്ഷെ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കേൾക്കുകയാണ്. അപ്പം എന്താണ് ഈ സെക്ഷലി കളർഡ് റിമാർക്സ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ്. അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ആ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയാണ്. പ്രൈമ ഫേഷ്യ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത്. അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണ്. ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ